everyone, welcome back to our new video. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഫുഡ് റെസിപ്പി വീഡിയോ ആണ്. കല്ലുമ്മക്കായ നിറച്ചതും മലബാർ സ്പെഷ്യൽ കല്ലുമ്മക്കായ നിറച്ചതാണ് നമ്മളിവിടെ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. സോ എല്ലാവരും നമ്മൾ ഒപ്പം കൂടിക്കോ. സൂപ്പർ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. സോ അതിനായിട്ട് നമ്മുടെ കല്ലുമ്മക്കായ അത്യാവശ്യം നല്ല സൈസുള്ള കല്ലുമ്മക്കായനെ കേട്ടോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്യാണ്. അതിൻ്റെ പുറത്ത് വല്ല ഡേർട്ടോ എന്തെങ്കിലും ചെളിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം റബ്ബ് ചെയ്ത് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ കല്ലുമ്മക്കായനെ പൊളിക്കാൻ പോവുകയാണ്. നമുക്ക് പൊളിച്ചതും വാങ്ങാൻ കിട്ടും. അപ്പം അതിൻ്റെ ഉള്ളത് ആ ഒരു ഫ്ലേവറുള്ളൊരു കൈൻഡ് ഓഫ് വാട്ടർ ഉണ്ട്, അത് നമുക്ക് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കല്ലുമ്മക്കായ ഷെല്ല് പൊളിക്കാത്തത് വാങ്ങുന്നത്. കാരണം ഇതിൻ്റെ ഈ ഒരു വാട്ടർ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു വാട്ടറാണ് നമ്മുടെ ഈ എൻറ്റയർ ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് എൻഹാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മളിത് 1 by 1 ആയിട്ട് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സ് ആട്ടോ. കാരണം കുറച്ച് പണിയുണ്ട് ഇത് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിച്ചെടുക്കാൻ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ വേസ്റ്റ് റിമൂവ് ചെയ്യാൻ, അങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട് ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ദെൻ നമ്മളൊരു 4 to 5 hours അരി വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക. ഫൈനായിട്ട് കിട്ടിയില്ലെങ്കിലും മാക്സിമം പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം സെയിം മിക്സർ ഗ്രൈൻഡറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത്, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് നമ്മുടെ പച്ചമുളക്, ഇതൊക്കെ നമ്മുടെ ഒരു അളവിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഇത് മാറ്റം കുറച്ചെടുക്കാം കേട്ടോ. പിന്നെ കറി ലീവ്സ്, കുറച്ച് വലിയ ജീരകം, ഇതെല്ലാം കൂടിയിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. അതാണ് നമ്മുടെ ഈ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ഈ അരച്ച് വെച്ച് തേങ്ങയുടെ മിക്സ്, നമ്മുടെ റൈസ് നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചല്ലോ, അതായത് നമ്മുടെ അരി കുതിർത്തത്, അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആവും. അത് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ ഒരു നല്ലൊരു മാവാക്കിയിട്ട് എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കല്ലുമ്മക്കായ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇതേപോലത്തെ ഒരു ഷേപ്പ് ആക്കി എടുക്കുക. അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതാണ്. ബട്ട് നമ്മൾ ഈ ഒരു മെത്തേഡാണ് ഇതിൻ്റെ പ്രോപ്പർ വേ. പിന്നെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കല്ലുമ്മക്കായ ക്ലീൻ ആക്കുമ്പോഴേന്ന്. അതും നമ്മൾ ഈ ഒരു മാവിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ ഇതൊന്നാകെ കുഴച്ചെടുക്കുന്നത്. കാരണം ഈ ഒരു മാവിൻ്റെ ഒരു കല്ലുമ്മക്കായൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാട്ടറിൻ്റെ കേട്ടോ. അങ്ങനെ നമ്മൾ 1 by 1 ആയിട്ട് ഓരോന്നിങ്ങനെ നിറച്ച് വെച്ച്, പിന്നെ നമുക്കിനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആവി കയറ്റിയെടുക്കലാണ്. നല്ലൊരു സ്റ്റീമറിൽ ഇട്ടിട്ട് നല്ലോണം ആവി കയറ്റിയെടുക്കുക. അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പല ഏരിയാസിലെ പല കൈൻഡ് ഓഫ് രീതിക്കാണ് കേട്ടോ ഈ ഒരു കല്ലുമ്മക്കായ നിറച്ചതുണ്ടാക്കുന്നത്. ലൈക്ക് കല്ലുമ്മക്കായ ഫ്രൈ, ഇത് ഒരു അടിപൊളി വേ ആണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും. കാരണം ഇതൊരു അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. then അത് നമ്മൾ ആവി കയറ്റാൻ വെച്ച് നെക്സ്റ്റ് ഇതിനൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് ചില്ലി പൗഡർ, ടേമറിക് പൗഡർ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യും, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കും. ആ പേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആട്ടോ. ഓവർ എരിവ് കൊടുക്കണ്ട. നമുക്കൊരു കോട്ടിങ്, നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ എന്ത് ചെയ്യും, ഈ ഒരു ചില്ലിയുടെ ഒരു പേസ്റ്റിലേക്ക് നമ്മൾ കോട്ടിങ് കൊടുത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ജസ്റ്റ് കോട്ട് ചെയ്തെടുത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു കോട്ടിങ്ങും ആ ഒരു കല്ലുമ്മക്കായൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ അടിപൊളിയാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു കോട്ടിങ് ഇല്ലാതെ തന്നെ തിന്നാം, അങ്ങനെയും ടേസ്റ്റാണ്. ബട്ട് ഈ ഒരു കോട്ടിങ് വന്നിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ എന്താ പറയുക ഗൈസ്, ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. നമ്മുടെ കോഴിക്കോട് ബീച്ച് സൈഡിലൊക്കെ ഉള്ളതാണ്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു കല്ലുമ്മക്കായ്സ് 1 by 1 ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഭയങ്കരമായിട്ട് ഡീപ്പ് ഫ്രൈയോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫ്രൈ കൺസിസ്റ്റൻസിയിൽ വരരുത്. ജസ്റ്റ് ആ ഒരു മസാല ഫ്രൈ ആയി കിട്ടണം, മൊരിഞ്ഞ് കിട്ടണം, അത്രേ വേണ്ടൂ. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള നമ്മുടെ കല്ലുമ്മക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കി വന്നിട്ടുള്ള കല്ലുമ്മക്കായ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്നും ഓവർ കുക്ക് ചെയ്യരുത് കേട്ടോ. ആ പുറമേയുള്ള കോട്ടിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രഞ്ചി ആയിട്ടുള്ള, അതായത് നല്ലൊരു ഫ്രൈഡ് ആയിട്ടുള്ള കല്ലുമ്മക്കായ ഇവിടെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള എല്ലാതും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കങ്ങനെ അവൈലബിൾ അല്ല ഈ കല്ലുമ്മക്കായ നമ്മുടെ നാട്ടിൽ. അപ്പോൾ കിട്ടുമ്പോൾ നമ്മൾ അധികം ഉണ്ടാക്കുന്നതെന്ന് മാത്രം. സോ നെക്സ്റ്റ് ഇതേപോലുള്ള വീഡിയോസും റെസിപ്പി വീഡിയോസൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.